ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ വെഡ്ഡിങ് വരികയാണ് അടുത്ത മാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ സ്പൂലി വെച്ചിട്ട് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നാച്ചുറൽ ഒരു ഫിനിഷ് തരുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. അതുകൊണ്ട് ഞാനിത് എപ്പോഴും എൻ്റെ ഒരു ഗോ ടു ഐബ്രോ പെൻസിലായി മാറിയിട്ടുണ്ട് ഈ ഒരു പെൻസിൽ. നമുക്കത് ഡ്രോ ചെയ്യാനും ബിഗിനേഴ്സിൻ്റെ ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ഉണ്ട് കേട്ടോ ഈ ഒരു ഐബ്രോ പെൻസിലിന്. സ്കിൻ കെയർ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ സൺസ്ക്രീൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷനാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ ഇടുന്നത്. ഇതൊരു ബ്രൗൺ കളർ ലിപ്പ് ലൈനറാണ്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ലിപ്പ് ലൈനർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എന്തായാലും ഒരു ബ്രൗൺ കളർ ലിപ്പ് ലൈനർ വാങ്ങിക്കാനാണ് ഞാൻ പറയുക. കാരണം ഈ ബ്രൗൺ കളർ നമുക്ക് മിക്ക ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ നമുക്ക് ചേരുന്ന ഒന്നാണ്. സോ ബിഗ്നേഴ്സ് പ്ലീസ് നോട്ട് ദാറ്റ്. ഈ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് ലിപ്സിൻ്റെ ഉള്ളിൽ ഇൻസൈഡായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതിനുശേഷം ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ആദ്യമായിട്ട് ഒരാൾ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് നൈക്കയുടെ ജേഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞത് എല്ലാ സ്കിൻ ടോൺസിനും ഓൾമോസ്റ്റ് സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നൈക്കയുടെ ജേഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ക്രയോൺ ആണ് കേട്ടോ, ലിപ്സ്റ്റിക് അല്ല, ലിപ് ക്രയോൺ ആണ്. ദെൻ നെക്സ്റ്റ് ഞാൻ ഒരു ബ്ലഷ് ഇടാൻ പോവാണ്. ഇത് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ബ്ലഷാണ്. അപ്പോൾ എൻ്റെ ഹെയർ നന്നായിട്ട് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് അത് കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കെട്ടി വെച്ചിട്ട് ഇതാ നമ്മളിടുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷാണ്. പിങ്ക് കളറിലുള്ള ഒരു ബ്ലഷാണ്. അത്യാവശ്യം അടിപൊളി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഷാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടോ എത്ര പിഗ്മെൻറ്റഡാണ് ഇതെന്ന്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒരു ക്രീം ബ്ലഷാണ്. ഈ ഒരു ബ്ലഷ് വന്നിട്ട് നല്ലൊരു ക്രീമി പിഗ്മെൻറ്റഡ് ഈസിലി ബ്ലെൻഡബിൾ ആയിട്ടുള്ളൊരു ബ്ലഷാണ് കേട്ടോ. ആൻഡ് ദിസ് ബ്ലഷ് ഈസ് വെരി അഫോർഡബിൾ. അതായത് ഒരു 75 റുപ്പീസിനാണ് നമുക്കൊരു ബ്ലഷ് കിട്ടുന്നത്. നല്ല വേർത്തി, അതിൻ്റെ പ്രൈസിന് നല്ല വേർത്തി ആയിട്ടുള്ളൊരു ബ്ലഷാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ളൊരു ബ്ലഷാണ്. ഇനി നമുക്ക് കണ്ണെഴുതാം. അപ്പോൾ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് മേബിളിൻ്റെ ഈ ഒരു ജെൽ ഐലൈനറാണ് ഇടുന്നത്. അപ്പോൾ ഐലൈനർ ഞാൻ ഇന്നൊരു ചെറുതായിട്ടൊരു വാലിട്ടിട്ടുള്ള, അതായത് വിങ്ഡ് ആയിട്ടുള്ള ഒരു ഐലൈനർ ലുക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എപ്പോഴും വിങ്ഡ് ഐലൈനേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും കണ്ണെഴുതുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു വിങ്ഡ് ഐലൈൻ ചെയ്യും. അപ്പോൾ കണ്ടോ, ഇതുപോലെ അത്യാവശ്യം കട്ടിക്ക് തന്നെ കണ്ണെഴുതുന്നുണ്ട്, നല്ല വാലിട്ടിട്ടൊക്കെ എഴുതുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കണ്ണിലോട്ട് അതായത് ഇന്നർ കോർണേഴ്സിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൊന്ന് ചെറുതായിട്ട് വിടർന്ന് കാണാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണൊന്ന് വിടർന്ന് തോന്നിക്കാറുണ്ട്. അങ്ങനെ നെക്സ്റ്റ് കണ്ണിൽ ഇതുപോലെ എഴുതണം. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? അതായത് രണ്ട് കണ്ണ് എഴുതിയതിന് ശേഷം ഇത് ശരിയായില്ല, ഒരെണ്ണം വേറെ രീതിയിലായി, അങ്ങനൊരു തോന്നൽ വരാറുണ്ടോ? എനിക്ക് അങ്ങനെ ഇടയ്ക്കൊരു തോന്നൽ വരാറുണ്ട്. അതായത് രണ്ട് കണ്ണും സിമെട്രിക്കലല്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ വരച്ച് ഞാൻ സാധാരണ വന്നതിനേക്കാളും കോളാക്കി ഇടും. കണ്ടോ, ഇത് എനിക്ക് എപ്പോഴും പറ്റാറുണ്ട്. അപ്പോൾ ഇനി അത് മായ്ച്ച് പിന്നെ വീണ്ടും റീഡു ചെയ്യണം നമ്മുടെ ഐലൈനർ. അതൊരു ടാസ്ക്കാണ്. ബാക്കിൽ എൻ്റെ അമ്മയും ചേട്ടനൊക്കെ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. അവരൊക്കെ എല്ലാ ഒരുക്കവും കഴിഞ്ഞു എൻ്റെ മേക്കപ്പിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ, പാവ അവർ. അങ്ങനെ ഈ പരന്ന് സ്പ്രെഡായതൊക്കെ നമ്മളൊരു തുണി വെച്ചിട്ട് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. ഫൈനലി ഐലൈനറൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഫേസൊക്കെ ഈ ഒരു പൗഡർ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്.
അത് വെച്ചിട്ട് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോമ്പാക്ട് പൗഡർ ലാക്മേയുടെ കോമ്പാക്ട് പൗഡറാണ്, സൺ എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ SPF 40 ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കണ്ണിന് മുകളിൽ ചെറുതായിട്ടൊന്ന് ഒരു കളർ വേണമെന്ന് തോന്നി എനിക്ക്. അതുകൊണ്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത ബ്ലഷില്ലേ, ആ ബ്ലഷിൽ കുറച്ചെടുത്തിട്ട് കണ്ണിന് മുകളിൽ ചെറുതായിട്ട്, അധികമില്ല, ഇട്ടില്ല എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ മേക്കപ്പ്. നമുക്ക് എല്ലാ ദിവസവും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.